നീ എന്റെ പൊന്നാര മോനാ. ആണോ? ഞാനാണ് നിന്നെ ഇത്ര ആക്കി. അതെ ഗായ്സ്, പള്ളിക്കള്ളനായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നീ ഏതായാലും മരിച്ച ആളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം, കേട്ടോടി കള്ളിത്താത്തെ. രേണു സുധിയുടെയും ആൽബത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള വിപിൻ ലാലും തമ്മിലുള്ള പ്രശ്നം നിലവിൽ ഈ ഒരു നിമിഷം വരെയും തീർന്നിട്ടില്ല. ആ ഒരു പ്രശ്നം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഋതപ്പൻ്റെ DNA തെളിയിക്കണം എന്നുള്ള രീതിയിലോട്ടൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രേണു സുധി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ 1-2 വീഡിയോ ഒക്കെ ഇതിനെ ചുറ്റിപ്പറ്റി ഇട്ടിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരത്തിയെ സംബന്ധിച്ച് ഇതൊരു വീണ് കിട്ടിയ അവസരമാണ്, കണ്ടന്റാണ്. അപ്പം പിന്നെ മാക്സിമം റീച്ച് ഉണ്ടാക്കാനേ രേണു നോക്കത്തുള്ളൂ. പിന്നെ ആ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരും ആളത്ര റെഡി അല്ല എന്ന് തന്നെയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. കാര്യം ആ ഒരു വിഷയത്തിൽ ഇവർ രണ്ടുപേരുടെ ഭാഗം തെറ്റുണ്ട്. രേണുവിനെ മാത്രം കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. ഞാനത് വളരെ ജെന്യുവനായിട്ട് പറഞ്ഞൊരു കാര്യം സാമാന്യ ബോധമുള്ളവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകാവുന്നേ ഉള്ളൂ. എന്തായാലും രേണു പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എടി ഷഫീന ബീവി, നീ കുറേ നാളായി തുടങ്ങിയിട്ട് എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, തെളിയിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാൽ മതി. നിന്റെ ചെലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, കല്ലറയിൽ ചെന്ന് റീപോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA ടെസ്റ്റ്. നിങ്ങൾക്ക് നാണമുണ്ടോ? ഒരു മരിച്ചുപോയ മനുഷ്യൻ്റെ കുഴിമാടം തോണ്ടിയിട്ട് അത് പുറത്തെടുത്തിട്ട് റീപോസ്റ്റ്മോർട്ടം നടത്തി പിന്നെ DNA എടുക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഉളുപ്പുണ്ട്? ആ മരിച്ചുപോയ മനുഷ്യനെയൊക്കെ എന്തിനാ ഇതിനകത്തോട്ട് വലിച്ചിടുന്നത്? അയാൾ സമാധാനമായിട്ട് എങ്ങനെങ്കിലും എവിടെങ്കിലുമൊക്കെ ഇരുന്നോട്ടെ. വീണ്ടും ആ ഒരു മനുഷ്യനെ എടുത്തിടുക. നിങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങളും കാണും ഷഫീന ബീവിയായിട്ട്. നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് 9 തന്നെ ഷഫീന ബീവി പറയും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പുള്ളിക്കാരത്തി എന്തുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ വെട്ടി തുറന്ന് പറയുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ അങ്ങോട്ട് ചൊറിയാനായിട്ട് പോകുന്നതുകൊണ്ടാണ് പിന്നെയും വീണ്ടും അവർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ എന്നും പറഞ്ഞ് നിങ്ങൾ ഇത് വേറെ ലെവലിലോട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സുധിയുടെ വീട്ടുകാരൊക്കെ ഇത് കാണത്തില്ലേടേ? അയാൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരു മകനില്ലേ? പിന്നെയും ആ ഒരു മനുഷ്യനെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വലിച്ചിടുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കന് തന്നെ എന്തുമാത്രം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കഷ്ടം തോന്നുന്നു ഇവരോടൊക്കെ. എടുത്തിട്ട് നീ ബാജ പഠിച്ചാൽ മതി. നിന്റെ ചെലവ് എനിക്കും ഇതിനെ തെളിയിക്കണോടി. നീ തന്നെ തെളിയിച്ചോ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഏതായാലും മരിച്ച ആളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം, കേട്ടോടി കള്ളിത്താത്തെ. ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്ത് സ്നേഹമുള്ള സുധിയെടുത്ത്. സുധിയോടൊന്നും ഒരു സ്നേഹവും ഇല്ല. റീച്ചിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു പേരാണ് കൊല്ലം സുധി. രേണു കുറച്ചെങ്കിലും ബോധത്തോടു കൂടി നിങ്ങൾ പെരുമാറുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വിവരം കെട്ട ആൾക്കാരുണ്ടെന്ന് വെച്ച് വായി തോന്നുന്ന എന്തും വിളിച്ച് പറയരുത്. ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കേണ്ട രീതി? ആ മനുഷ്യനെ എന്തിനാണ് ആവശ്യമായിട്ട് പിടിച്ചിടണം? കാര്യം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നിങ്ങളെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നൊരു തെറ്റാണ് അയാൾ ചെയ്തത്. അല്ലാതെ അയാൾ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഒരു മനുഷ്യൻ മരിച്ചിട്ട് 2-3 വർഷമായി. ഇപ്പോഴും ആ ഒരു മനുഷ്യൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഇവരെന്ത് തരം സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടി ഷഫീന തീർത്താത്ത, നിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. നിന്റെ പുറകിൽ ആരുണ്ടേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. നീ എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ചെയ്ത് കാണിക്കുന്നു. നീ കാണിക്കണം. നീ പെണ്ണാണെങ്കിൽ, നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവളാണ്, നീ കാണിക്കണോടി. നീ DNA ടെസ്റ്റ് എടുപ്പിക്കണം. ഇവർക്ക് ആവശ്യം എന്താണെന്നറിയോ? വീണ്ടും ഇതുപോലെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണം. ഈ പറയുന്ന സുധിയെ റീപോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് പറയുന്നിട്ട് അടുത്തൊരു വിവാദം സൃഷ്ടിക്കണം. ഇതൊക്കെ ആയിരിക്കാം മേ ബി ഈ പുള്ളിക്കാരത്ത് ഇതും കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യം റീച്ചിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ആരെങ്കിലും ഈ പറയുന്ന ഏതൊരു സ്ത്രീ ആണെങ്കിലും ഇങ്ങനൊരു രീതിയിൽ മറുപടി കൊടുക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ മനുഷ്യരൊക്കെ എന്തെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വിധി വരുമ്പോൾ ഓരോരുത്തരുടെ വിഷമവും സങ്കടവും കരച്ചിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അടക്കിയ മനുഷ്യനെ പിന്നെയും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയെന്ന് പറയുന്നതിനകത്ത് എനിക്കറിയത്തില്ല. എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ ഒരു സ്ത്രീയായിട്ടുള്ള കാര്യം പറയാമല്ലോ. ഇവർ ഒരിക്കലും നന്നാവത്തില്ല. ഇവർക്കിത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അതവർ മാറ്റത്തില്ല. അതവർ ഒരിക്കലും മാറാനും പോകുന്നില്ല. ഇവർക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറ്റിപ്പോയി. സോഷ്യൽ മീഡിയ എന്താണ്, റീച്ച് എന്താണ്, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിപ്പോയി. ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടു, എന്തിനാണ് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതൊരു സ്ത്രീയല്ലേ, അവർ കയറി എന്തെങ്കിലും ചെയ്യുമോ, അങ്ങനെ അതാണ്. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. രേണു ഒന്നും ചെയ്യാൻ പോകുന്നില്ല. രേണുവിന് ആവശ്യം റീച്ചാണ്.
രേണുവിന് ആവശ്യത്തിൽ കൂടുതലുള്ളൊരു റീച്ച് ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിനകത്തോട്ട് നമുക്ക് യോജിപ്പില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇവർക്കതൊരു ഭയങ്കര സംഭവമായിട്ട് റീച്ച് എന്നുള്ള രീതിയിലാണ് ഇവരതൊക്കെ കൊണ്ടു കിടക്കുന്നത്. അല്ലാതെ ഇവർക്ക് ഒരു രീതിയിലുള്ളൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരിതൊക്കെ എൻജോയ് ചെയ്യുവാണ്. ഇനി കിച്ചു വിട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇന്നലെ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാണ്. ഗോമുട്ടി എന്നെക്കുറിച്ച് 2 വാക്ക് പറ. ആണോ? ഇയാള് എൻ്റെ കുട്ടൻ്റെ പെണ്ണു പറഞ്ഞുകൊണ്ട് ഞാൻ ചുമക്കുന്നു. വേറെ 2 വാക്കുകൂടെ പറയാം. വേറെ 2 നീ എൻ്റെ പൊന്നാര മോനാ. ആണോ? ഞാനാണ് നിന്നെ ഇത്ര ആക്കി. അതെ ഗായ്സ്, പള്ളിക്കള്ളനായിരുന്നു. ഉമ്മാരോ ജയ്ജിത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ എന്നറിയോ? എന്നാ ആ, എന്നിട്ടൊന്നും കൊണ്ടുവന്നില്ല. ഇന്ന് രാത്രി നമ്മള് കേക്ക് മുറിക്കാൻ പോകുന്നുള്ളൂ. ആന്നാ? യെസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു രജിത്ത്. ഹാപ്പി ബർത്ത്ഡേ. കണ്ടല്ലേ, ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. അതായത് ഞാനാണ് നിന്നെ നോക്കിയിട്ടുള്ളത്, നീ എൻ്റെ പൊന്നുമോനാണെന്ന്. എന്നാൽ ഇതിൻ്റെ താഴെയും വന്ന് കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് അതെങ്ങനെ ശരിയാകും. ശ്രുതി പറഞ്ഞത് പല പ്രോഗ്രാമിനും പോകുന്ന സമയങ്ങളിൽ നിന്നെ വരുന്ന സ്റ്റേജിൻ്റെ ബാക്കിൽ കിടത്തി ഉറക്കിയിട്ടാണല്ലോ പിന്നെ നിന്നെ വളർത്തിയിട്ടുള്ളതെന്നാണല്ലോ പറയുന്നത്. പിന്നെ ഇതെങ്ങനെ ശരിയാവും എന്നൊക്കെ കുറേ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇവരോടൊന്നും ഒന്നും പറയാനില്ല. പക്ഷേ ഇതിനകത്ത് നിന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ കാണിക്കുന്ന സ്നേഹവും കെയറും ഒക്കെ ഒരിക്കലും രേണുവിൻ്റെ അടുത്ത് നിന്ന് ഈ പറയുന്ന പയ്യന് കിട്ടിയിട്ടില്ല. രേണുവൊക്കെ ചുമ്മാ കിടന്ന് വാചകം അടിക്കത്തേ ഉള്ളൂ. അയ്യോ എൻ്റെ മോനാണ്, എൻ്റെ മകനാണ്, എൻ്റെ മകനെ കാണുന്നില്ല, എനിക്ക് സ്വസ്ഥതയില്ലെന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെ കിടന്ന് താളം അടിക്കത്തേ ഉള്ളൂ. കള്ളത്തരങ്ങളൊന്നും പറയത്തേ ഉള്ളൂ ആ സ്ത്രീ. ഈ ഒരു സ്നേഹവും കെയറും ഒക്കെ രേണു കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൻ ഒരു കാരണവശാലും ആ ഒരു വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. അവൻ എത്രത്തോളം മെൻ്റലി ബാധിച്ചതിൻ്റെ പേരിലായിരിക്കും അവൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇനിയെങ്കിലും രേണു ഈ പറയുന്ന അഹങ്കാരമൊക്കെ കുറച്ചങ്ങ് കുറയ്ക്കും. ഇനി രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഒരു 1-2 വീഡിയോ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്ന ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ ഈ കാണുന്ന രേണു അല്ല, രേണു സുധി അല്ല. അവരൊരു മനുഷ്യനാണ്. ഈ ക്യാമറ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്കൊരു മനസ്സുണ്ട്, അത് നിങ്ങൾ ആരും കാണുന്നില്ല. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ മോനായിട്ടുള്ള എന്ത് മനസ്സാണുള്ളത് ആ സ്ത്രീക്ക്? അങ്ങനെ മനസ്സുള്ളൊരു സ്ത്രീ വന്ന് പറയുമോ മരിച്ചുപോയ മനുഷ്യൻ്റെ കുഴിമാടം തോണ്ടണോ, ഒന്ന് റീപോസ്റ്റ്മോർട്ടം നടത്തണോ, ഒന്ന് DNA ചെക്ക് ചെയ്യണമെന്നൊക്കെ? ഇവർക്ക് എന്താണുള്ളത്? എന്ത് മനസ്സാണ് ഇവർക്കുള്ളത്? ഇതാരാ ഈ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഈ ഇടയായിട്ട് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ അതൊന്നും എടുത്തു വെച്ച് ഞാൻ റിയാക്ട് ചെയ്യാത്തതാണ്. കാര്യം അത് അങ്ങേയറ്റം അപരാധമാണ്. അത് എടുത്തു വെച്ച് നമ്മൾ എങ്ങനെ കാണിക്കും ഓഡിയൻസിനെ? എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഒരുപാട് പേര് ഈ പറയുന്ന ഈ റിയാക്ട് ചെയ്തവരുടെ വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ദേണുശ്വര മോനും അവർ തമ്മിലുള്ള എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് അവർ അമ്മയും മോനുള്ള വിഷയമല്ലേ. അപ്പൊ അതിന്റെ ഉള്ളിൽ പുറത്ത് കിടക്കുന്നത് പുറകിൽ എന്താണെന്നുള്ളത് നമ്മൾക്ക് ഈ പറയുന്ന എനിക്കോ ഈ ചോദിക്കുന്ന നിങ്ങൾക്കോ ഈ കാണുന്ന നാട്ടുകാർക്കോ അറിയില്ല. അപ്പൊ അത് അറിയാത്ത കാര്യങ്ങൾ വിളിച്ച് പറയും. ഈ വിഷയം ഞങ്ങളാണോ കൊണ്ടുവന്ന് പബ്ലിക്കിലിട്ടത്? കൊല്ലം സുധിയുടെ മൂത്ത മകനാണ് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറഞ്ഞത്. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പേഴ്സണലി എല്ലാവരും കാണുന്ന സാധനമൊന്നുമല്ല, പബ്ലിക് ഓഡിയൻസ് കാണുന്ന സാധനമാണ്. സോ നമുക്കത് റിയാക്ട് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. ഇവരുടെയൊക്കെ വിചാരം കേട്ട് കഴിഞ്ഞാൽ അത് അമ്മയും മകനും അല്ലേ, നമ്മളെന്തിനാണ് ഇടപെടുന്നതെന്ന്. എനിക്ക് പിന്നെ അത് മതിയല്ലേ. എനിക്ക് പിന്നെ നാട്ടിലുള്ള ന്യൂസ് ചാനൽസും ഒന്നും വേണ്ടല്ലോ. അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ എല്ലാം ഒതുക്കി തീർത്താൽ പോരെ. ചുമ്മാതെ വന്നിരുന്നിട്ട് എന്തോ പറയണ്ട, അങ്ങ് സപ്പോർട്ട് ചെയ്യുവാണ്. അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ക്വാളിറ്റിയാണ്, പറയുന്നില്ല. ആ രേണു ചേച്ചി അന്ന് ഇട്ട ഒരു വീഡിയോ ആത്മഹത്യയുടെ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് സംസാരിച്ച അതെ ആത്മഹത്യ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞിട്ടായിരുന്നു ഇട്ടിട്ടുള്ളത്. അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? അപ്പോൾ ആക്ച്വലി ഞാനും ദിയാസാനെയും രേണു ചേച്ചിയും കൂടി വീഡിയോ കോളിൽ വിളിച്ചിരുന്നു. ചേച്ചി രേണു ഭയങ്കര സാഡ് ആയതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് സംസാരിച്ച് ആ ഒരു മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം ശാന്തമായത് നമ്മൾ കണ്ട് അതിനുശേഷമുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ പബ്ലിക് കണ്ടുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രേണു കാണിക്കുന്ന പ്രവൃത്തി എന്താണെന്ന്. ഒന്നും പറയാനില്ല. രേണുവിൻ്റെ മെനഞ്ഞാന്നത്തെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അതിനകത്ത് രേണു പറയുന്നുണ്ട് എന്തോ രേണുവിനെ വെച്ചിട്ട് കാശുണ്ടാക്കുന്നു, നാണമില്ല, വേറെ കണ്ടന്റ് ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ. അതും കൂടി നമുക്കൊന്ന് റിയാക്ട് ചെയ്തിട്ട് നിർത്താം. എല്ലാരും ഇല്ല, കുറച്ച് യൂട്യൂബേഴ്സ് മാത്രം കാര്യം എന്താണ് സത്യം എന്താണെന്ന് അറിയാതെ എന്നെ അങ്ങ് കുറ്റം പറഞ്ഞ് അങ്ങ് വ്യൂസ് കൂട്ടി അങ്ങ് വരുമാനം ഉണ്ടാക്കും. നാണം ഉണ്ടോ നിനക്കൊക്കെ? കുറ്റം പറഞ്ഞ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട്
നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം, അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് കാശുണ്ടാക്കാം. എനിക്ക് പിന്നെ എന്താണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയത്? നിങ്ങൾക്കുണ്ടോ ഈ നാണം എന്ന് പറയുന്ന സാധനം? പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക്? നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തികൾ എടുത്ത് വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളാരും ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഒന്നും തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കാണിക്കുന്നില്ല. നീയൊക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എന്നെ കുറ്റം പറയാതെ വേറൊരു വിഷയം ഇട്ടിട്ട് നീയൊക്കെ ഇത്ര റീച്ച് ഉണ്ടാക്കാൻ നോക്കും, കേട്ടല്ലോ. ഉണ്ടല്ലോ, ഞാൻ മെനഞ്ഞാന്നിട്ട വീഡിയോ 1,80,000 പേര് അങ്ങോട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. പിന്നെ രേണുവിനെ പറ്റിയിട്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്താലല്ല ഇത്രയും വ്യൂവർഷിപ്പ് വരുന്നത്. രേണുവിനെ കുറ്റം പറയുമ്പോഴാണ് ഇത്രയും വ്യൂസ്. അതെന്താണ് അതിൻ്റെ അർത്ഥം? കാര്യം രേണുവിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് മെജോറിറ്റി നമ്മുടെ കേരളത്തിലുള്ള. അതുകൊണ്ടാണ് ഇത്രയും വ്യൂവർഷിപ്പ് കിട്ടുന്നത്. രേണുവിൻ്റെ വിചാരം എന്താണെന്ന് അറിയോ? രേണു ഭയങ്കര എന്തോ സംഭവമായതിൻ്റെ പേരിലാണെന്ന് രേണുവിൻ്റെ വിചാരം. നിങ്ങളെല്ലാവരും വെറുക്കുവാണ്. നിങ്ങളുടെ പ്രവർത്തികളെല്ലാവരും വെറുക്കുന്നത് കൊണ്ടാണ് ഇത്ര വ്യൂവർഷിപ്പ് എല്ലാവരും ചാനലും കിട്ടുന്നത്. എന്നെ കുറ്റം പറയുകയും ചെയ്യണം, അവരൊക്കെ നല്ല വരുമാനവും കിട്ടണം. കുറച്ച് യൂട്യൂബേഴ്സ്, കുറച്ച് നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ. അവരുടെയൊക്കെ ഞാൻ കാണാറുമുണ്ട്. എന്താ പറയാ, എന്നെ പറ്റി പറയുന്നത് കാണാറുമുണ്ട് ഞാൻ. അതെ, അതിനൊന്നും ഒരു വ്യൂസും ഇല്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചാനലിൽ എന്തെങ്കിലും വ്യൂവർഷിപ്പ് ഉണ്ടോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ടാവത്തില്ല. കാര്യം ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് അല്ല. ആൾക്കാർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് 2 വാക്ക് പറയുന്നതോ ഒരിക്കലും ഒരു മനുഷ്യർക്കും അത് യോജിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ടൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ. അതാണ് ഏറ്റവും വലിയ കാര്യം. ആൾക്കാർക്ക് ഒരു രീതിയിലും ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് നല്ലത് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർക്ക് അത് ഡൈജസ്റ്റ് ആവുന്നില്ല. ഉണ്ട്. ഇത് ചുമ്മാ എന്റെ സത്യം എന്താണെന്ന് പോലും അറിയാതെ കുറ്റം മാത്രം പറഞ്ഞ് ആധികാരികമായിട്ട് അങ്ങ് എടുത്തിട്ടങ്ങ് പൈസ റീച്ചും പൈസ അങ്ങ് വാരുക. നാണമുണ്ടോ? നിങ്ങൾ ആദ്യം സബ്സ്ക്രിപ്ഷൻ നിർത്ത്. ഒരു നാണോമാനം ഇല്ലാതെ ആ സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? ഞാനിനി അതിനകത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ആദ്യം അത് നിർത്ത്. അതിനുശേഷം നമ്മൾ ആലോചിക്കുക റിയാക്ഷൻ നിർത്തണോ വേണ്ടയോ എന്ന്. എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വന്ന് പ്രതികരിക്കുമ്പോൾ ഉണ്ടല്ലോ, സ്വന്തമായിട്ട് ചിന്തിക്കുക. ചെയ്ത പ്രവൃത്തികളൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ നീക്ക് എന്നോ ചെയ്തല്ലേ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇതിരുന്ന് പറയാൻ വേണ്ടിട്ട് ഒരു ഫോണും ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഒന്നും അറിയത്തില്ല. രേണുസുതി അങ്ങ് പറഞ്ഞോണ്ടിരിക്കുക. എടാ വിപിൻലാൽ എന്ന് പറയുന്ന ഡയറക്ടർ നാണം കെട്ടവനെ. നിന്റെ ഇന്നത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ട്. അതിനകത്ത് നീ വെൽ പ്ലാൻഡ് ആണെന്ന് നിന്റെ വായും തന്നെ തെളിയിച്ചിട്ടുണ്ട്. നിന്റെ നാക്ക് തന്നെ നിനക്ക് പിഴയായി. നിന്റെ നാക്ക് പിഴച്ചു. അത് ഈ വിപിൻലാൽ ആരാണെന്നോ ഇവരുടെ ആൽബം എന്താണെന്നോ ഒന്നും നമ്മളാരും കാണാനൊന്നും പോയിട്ടൊന്നുമില്ല. ഇവനെയൊക്കെ രംഗത്ത് കൊണ്ടുവരുന്ന ആരാ? നിങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അവൻ നിങ്ങളെയൊക്കെ പറ്റിയിട്ട് വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങളിനകത്തോട്ട് നമുക്ക് ആർക്കും പോസിറ്റീവ് വലിയ യോജിപ്പൊന്നുമില്ല. കാര്യം അവൻ്റെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സമൂഹത്തിൽ നിങ്ങൾ എന്താ ശരിക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളെ എന്നെ ക്യാരക്ടർ ചെയ്യാനായിട്ട് വിളിച്ചു, അങ്ങനെ വിളിച്ചു, ഇങ്ങനെ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ നെഗറ്റീവിലൂടെയാണ് നിങ്ങൾ ഫേമസ് ആയിട്ടുള്ളത്. ഈ ദാസൻ കോഴിക്കോടുമായിട്ടൊക്കെ നിങ്ങൾ 1-2 മാസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനകത്ത് നിങ്ങൾ എന്ത് തരം കണ്ടൻറ്റാണ് കൊടുത്തതെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ റീച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ ഡയറക്ടറിൻ്റെ കേസ്, അവനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല, ഒരു അഭിപ്രായവും ഇല്ല. കാര്യം അവന് ലേശം ഒരു ബോധം ഉണ്ടാക്കി അവൻ ഇങ്ങനെയുള്ള പ്രവർത്തിക്കും. ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം എന്ന നിലയിൽ നീ തന്നെ പറയുന്നുണ്ട് ഈ ഓരോ കണ്ടന്റ് എടുത്തിട്ട് താത്തയായിട്ട്, അതായത് ഷഫീന ബീവി തെർത്താത്തയ്ക്ക് കൊടുക്കാനുള്ള കണ്ടന്റ് മാത്രമായിരുന്നു നിന്റെ ആൽബം എന്ന് പറയുന്ന പ്ലാൻ. എന്നെ പ്ലാൻ ചെയ്ത് നീയൊക്കെ വരുത്തിയിട്ട് എന്നെ പീഡിപ്പിച്ച്. എന്ത് ലോജിക്കുള്ള കാര്യമാണ് ഇവർ പറയുന്നത്? പ്ലാൻ ചെയ്ത് വരുത്തിയതാണ് ഷഫീന ബീവി ആയിട്ടുള്ള പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അയാളുടെ കാശ് നഷ്ടപ്പെട്ടു, അയാൾ പറയുന്നത് പോലെ നിങ്ങൾ അഭിനയിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം വന്ന സ്ഥിതിക്കാണ് അയാളിത് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ ഇറങ്ങിയത്. കാര്യം ചുളുവിന് അയാൾക്കൊന്ന് ഫേമസ് ആവുകയും ചെയ്യാം, നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്യാം. ഇതാണ് അയാൾ ഉദ്ദേശിച്ചത്. അല്ലാതെ പ്ലാൻ ചെയ്ത് നിങ്ങളെ ട്രാപ്പിലാക്കേണ്ട ആവശ്യം എന്തോന്നടേ ഇത്? എന്തൊക്കെയാണ് പറയുന്നത്? അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച് നീ കള്ളു കുടിക്കുന്ന സീനൊക്കെ ആക്കിയിട്ട് വൃത്തികെട്ട രീതിയിൽ എന്നെ ആക്കി തീർത്തിട്ട് താത്തയ്ക്ക് കണ്ടന്റ് കൊടുക്കാനുള്ള വെൽ പ്ലാൻഡ് തന്നെയായിരുന്നു അല്ലെ? പീഡന ശ്രമം തന്നെയാണ് അവിടെ നടന്നത് അല്ലെ? ടോർച്ചറിങ്ങും പീഡന ശ്രമം നമുക്ക് കാണാം. പിന്നെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളെ നീ തന്നെ നിന്റെ പ്രൊമോഷന് തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെന്റെ രക്ഷകരായിട്ട് എത്തി. ഒത്തിരി നന്ദി അവർക്ക്. അതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്തായാലും നമുക്ക് കാണാം ഡയറക്ടറെ, ബാക്കി നമുക്ക് കാണാം. പീഡനമാണ് എന്നുള്ള രീതിയിൽ വരെ രേണു കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. കാര്യം രേണു അല്ലേ, രേണു അതല്ല അതിനപ്പുറം വരെ കൊണ്ടെത്തിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ രേണുവിനെ വെച്ചിട്ടൊക്കെ
ഓരോ ആൽബവും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത്. നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞ രണ്ടിന് ഈ സ്ത്രീ ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും പറയുന്നത്. എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയായിരിക്കും ഈ സ്ത്രീ വന്ന് വിളിച്ച് പറയാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.